മുനമ്പം ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൈക്കോടതി മിനിയാന്നൊരു ഉത്തരവിറക്കി. ഞാൻ ഇന്ന് രാവിലെയാണ് ആ ജഡ്ജ്മെൻ്റ് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചത്. വളരെ നല്ല റീസണിങ്ങിലൂടെ ജഡ്ജ്മെൻറ്റ് ഞാൻ നല്ലോണം അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷേ കോടതി ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വരി കോടതി അവിടെ പറയുകയുണ്ടായി. വഖഫ് ബോർഡ് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറയാൻ നമ്മളെങ്ങാനും അനുവദിച്ചാൽ താജ്മഹലും കുത്തബ് മീനാറും കേരളത്തിലെ അസംബ്ലി മന്ദിരവും എന്നല്ല ഈ ഹൈക്കോടതി നിലനിൽക്കുന്ന കോർട്ട് സമുച്ചയം വരെ വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് അവർ ഏറ്റെടുക്കുന്നൊരവസ്ഥയുണ്ടാകും. ഇതനുവദിച്ചുകൂടാ. ഈ പറഞ്ഞ പദത്തിൻ്റെ ശരി തെറ്റ് ഞാൻ കീറിമുറിച്ചിവിടെ പരിശോധിക്കുന്നില്ല. പക്ഷേ ഉത്തരവാദിത്വം കോടതികൾക്ക് എക്സിക്യൂട്ടീവിനേക്കാളും കൂടുതൽ ഉണ്ടാകേണ്ടതാണ്. ലെജിസ്ലേച്ചർക്ക് പിഴവ് പറ്റിയാൽ തിരുത്തേണ്ടത് ജുഡീഷ്യറിയാണ്. എക്സിക്യൂട്ടീവിന് തെറ്റുപറ്റിയാൽ തിരുത്തേണ്ടത് ജുഡീഷ്യറിയാണ്. ഫോർത്ത് എസ്റ്റേറ്റായ നമ്മുടെ പ്രദീപ് സാർ അടക്കം എനിക്ക് തോന്നുന്നു പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ മീഡിയകൾക്കോ വാർത്താമാധ്യമങ്ങൾക്കോ വല്ല അബദ്ധവും പറ്റിയാൽ അവിടെയൊക്കെ തിരുത്തേണ്ട ശക്തി ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിയിൽ നിന്ന് ജനങ്ങളെ ഒരു വിഭാഗത്തിനെതിരെ ശക്തമായി തെറ്റായി ചിന്തിക്കാൻ പാകമാകുന്ന രീതിയിലുള്ള ഒരു പ്രയോഗം പോലും കോടതികളിൽ നിന്ന് ഉണ്ടാകരുതായിരുന്നു. ഈ രീതിയിൽ വഖഫ് നിയമങ്ങൾ കൈകാര്യം ചെയ്താൽ വഖഫ് ബോർഡ് ഹൈക്കോടതി കെട്ടിടവും നിയമസഭാ കെട്ടിടവും കുത്തബ് മീനാറും താജ്മഹലും അവർക്ക് വേണ്ടതൊക്കെ അവരടിച്ചു മാറ്റും എന്ന് അങ്ങാടിക്കാരുടെ ഭാഷയിൽ ഒരു കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ എഴുതി വച്ചത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ പറഞ്ഞത് ഇതിനൊന്നും നമ്മൾ മറുപടി പറയേണ്ടത് ഏതെങ്കിലും അക്രമങ്ങളിലൂടെയോ മറ്റോ അല്ല. ഒരിക്കലും നമ്മൾ അക്രമത്തിലേക്ക് പോകാൻ പാടില്ല, പോയിട്ടുമില്ല, ഇനി പോകുകയുമില്ല. അതേസമയം ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായി വിലയിരുത്തി മനസ്സിലാക്കി ഓരോ കാര്യങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ കഴിവുകൾ കൂടി നേടി കോടതികളെയും ജഡ്ജിമാരെയും അഭിഭാഷകന്മാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ബോധ്യപ്പെടുത്താനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കണം. ഭരണകൂടങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നമ്മൾ അവരുടേതായ രീതിയിൽ അവരോട് ഇടപെടാൻ പഠിക്കണം. നേരത്തെ ഇവിടെ ഇന്ന് ഈ കൊല്ലത്തെ വിഷയമായി തന്നെ പാരമ്പര്യത്തെ തിരസ്കരിക്കുന്ന രീതികളെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. ആ പാരമ്പര്യത്തെ തിരസ്കരിക്കുന്നവരോട് മറുപടി പറയാൻ അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ പറ്റിയ ഭാഷ, അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ പറ്റിയ ടൂൾസ് അത് നമ്മൾ സ്വായത്തമാക്കി മുന്നോട്ട് പോകണം. അതിനൊക്കെയാണ് നമ്മുടെ ഇത്തരം സാഹിത്യോത്സവങ്ങളും അതുപോലെ മത്സര പരിപാടികളും എന്ന കാര്യം ഞാൻ ഉണർത്തിക്കൊണ്ട് ഈ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ബാബ ഉസ്താദിന് മറ്റു ഉസ്താദുമാർക്ക് ഈ സ്ഥാപനത്തെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർക്ക് ഇതുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.